ഈ മെസ്സിയെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞ് മലയാളികളെ ഒന്നടങ്കം പറ്റിച്ചു ഈ റിപ്പോർട്ടർ ആൻ്റപ്പനും സംഘവും. നമ്മളെല്ലാവരും വിചാരിച്ചിരിക്കുന്ന അയാൾ സർക്കാരിനെ പറ്റിച്ചു. മെസ്സി വരും കേട്ടോ എന്നുള്ളതാണല്ലോ, എല്ലാം കേട്ടോ ആണല്ലോ കഴിഞ്ഞ സർക്കാർ. ഒരു കാരണവശാലും അയാൾ സർക്കാരിനെ പറ്റിച്ചിട്ടില്ല. കാരണം കഴിഞ്ഞ സർക്കാരും ഈ ആൻ്റപ്പനും ചേർന്ന് ഒത്തുകളിച്ച ഒരു വലിയ കൊള്ളയായിരുന്നു ഈ മെസ്സി. ഒരു കൊടുക്കൽ വാങ്ങൽ. അതെ, ഈ മെസ്സി അത് കൊടുക്കൽ വാങ്ങൽ. ഈ മെസ്സി നാടകം. മെസ്സി എന്ന് പറയുന്ന ആൾ ഇത് അറിഞ്ഞിട്ടേ ഇല്ല. കേരളമാണ് കുറച്ചാൾ കേട്ടോ ദൈവത്തിന് അറിയാം. അതെ, അത് മെസ്സി എങ്ങനെ ഒരു സംഭവം അറിഞ്ഞിട്ടേ ഇല്ല. അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ അറിഞ്ഞതായിട്ട് ഇവർ പറയുന്നു. അത് ഇവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. വേറെ എന്താണ് ഇതിൻ്റെ അകത്ത് എഴുത്തുകുത്തുന്നുള്ളതൊന്നും ആർക്കും അറിയില്ല. എന്താണെങ്കിലും ഇത് നല്ല ഒന്നാന്തരം തട്ടിപ്പാണ്. ഇതിനകത്ത് 4 പ്രതികളാണുള്ളത്. 1 പിണറായി വിജയൻ, 2 മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന ജയതിലക്, മറ്റൊന്ന് 3 ഈ അബ്ദുൾ റഹ്മാൻ കായിക മന്ത്രി, 4 ഈ ആൻ്റപ്പൻ എന്നിങ്ങനെ 4 പ്രതികളാണ് ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളത്. ഇവർ തമ്മിലുള്ള ഒരു രഹസ്യ അജണ്ടയാണ്. നമ്മൾ മനസ്സിലാക്കിയിടത്തോളം മെസ്സിയെ കൊണ്ടുവരുന്നു എന്ന പേരിൽ ഇവരൊരു വലിയ തട്ടിപ്പ് നടത്തുന്നു. അതിനൊപ്പം തന്നെ സ്റ്റേഡിയം വൃത്തിയാക്കാനുള്ള ഒരു കരാർ. കൊച്ചിയിലെ GCDയുടെ വകയാണ് ആ സ്റ്റേഡിയം കരാർ കൊടുത്തതിനകത്ത് പോലും 5 കോടി രൂപയുടെ ലാഭം റിപ്പോർട്ടർക്കാർക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം പിണറായി വിജയൻ സ്റ്റേഡിയം റിനോവേറ്റ് ചെയ്ത വകയിൽ സ്വന്തം ബോർഡ് എഴുതി വെച്ചു. പിണറായി വിജയൻ ഇവരെ വഴിവിട്ട് സഹായിക്കുന്നു ഈ കാര്യങ്ങളിൽ. പകരം പിണറായി വിജയന് വേണ്ടിയുള്ള PR വർക്ക് ഇവർ ഭംഗിയായിട്ട് ഇവർ ചെയ്തിരിക്കുന്നു. അതാണ് ഇതിനുള്ളിൽ. വൈറ്റ് വാഷ് നടത്തിയത് ഇവരായതുകൊണ്ട് ആള് വിശ്വസിച്ചതുമില്ല. ഇല്ല, റിപ്പോർട്ടർ ആയതുകൊണ്ട് വിശ്വസിച്ചില്ല. ഇതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കിയാൽ അറിയാം, അതെങ്ങനെയാണെന്ന് നോക്കിയാൽ അറിയാം. ഈ അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് സർക്കാർ വക എഴുത്തുകുത്തുകൾ ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് കായിക മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതിന് കായിക മന്ത്രി പറഞ്ഞ കാരണം അതൊരു സ്വകാര്യ ഏജൻസിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊരു സ്വകാര്യ ഏജൻസിയെ ഇതൊരു സ്വകാര്യ പരിപാടി മാത്രമാണെന്ന് നിരന്തരം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ആദ്യം ഇതിനകത്ത് വന്നത്? വ്യാപാരികളാണ്. അതായത് വ്യാപാരി വ്യവസായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും ഈ ഗോൾഡ് മർച്ചൻസിൻ്റെ അസോസിയേഷനാണ് വന്നത്. അപ്പോൾ ഈ വ്യാപാരി വ്യവസായിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇപ്പോൾ രാജു അപ്സര എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ ഇതിനകത്ത് വന്നിരുന്നു, ആദ്യം വന്നിട്ട് ഈ റിപ്പോർട്ടർക്കാരൻ്റെ മൂവ്മെൻറ്റ്സിൽ ഞങ്ങൾക്ക് സംശയം തോന്നി. അതുകൊണ്ട് ഞങ്ങൾ ഇതിനകത്തൊന്ന് പതുക്കെ തലവലിച്ചു. അപ്പോൾ ഇത് തട്ടിപ്പാണെന്ന് ഇവർക്ക് ആദ്യമേ തന്നെ പിടിമനസ്സിലായി. അവരങ്ങനെ വലിഞ്ഞു. അപ്പോഴും മെസ്സിയെ കൊണ്ടുവരാൻ ഉള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുന്നു. മെസ്സിയെ കൊണ്ടുവരുമ്പം മെസ്സിയുടെ അവിടെ കൊടുക്കുമ്പം അവിടെ നിന്നുള്ള ഔദ്യോഗിക എഴുത്തുകുത്തുകൾ ഇങ്ങോട്ട് വരണം. ഇവർ ഈ മെസ്സിയെ കൊണ്ടുവരുന്നതിൻ്റെ ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട ഒരു ലഘുലേഖ മാത്രമാണ് അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് അയച്ചു കൊടുത്തത്. ഈ ലഘുലേഖയാണ് ഇവർ പറയുന്ന ഈ രേഖ. അപ്പോൾ ഈ മെസ്സി വരുമ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ, കോട്ടയം കുഞ്ഞിച്ച സിനിമയിലേതുപോലെ തന്നെ, മെസ്സി വരുമ്പോൾ മോഹൻലാൽ വരുമ്പോൾ ചില രംഗങ്ങൾ അഭിനയിച്ച് കാണിക്കും. അതായത് രാജാവിൻ്റെ മകൻ, ചിത്രം, 20-ാം നൂറ്റാണ്ട് എന്നീ സിനിമയിലെ ചില രംഗങ്ങൾ അദ്ദേഹം ഇവിടെ ആവിഷ്കരിച്ച് കാണിക്കും എന്ന് പറഞ്ഞ പോലെ മെസ്സി കേരളത്തിലോട്ട് വരുമ്പം മെസ്സി വരുന്നത് എന്തിനാണ്? പന്ത് തട്ടാനാണ്. അദ്ദേഹം അപ്പം എറണാകുളം സ്റ്റേഡിയത്തിൽ അദ്ദേഹം പന്ത് തട്ടും. GCDയുടെ ഫുട്ബോൾ താരങ്ങളുമായി, ഇന്ത്യൻ താരങ്ങളുമായി പന്ത് തട്ടും. ചുമ്മാ അല്ല മെസ്സിയെ കൊണ്ടുവരുന്നത്. മോഹൻലാലിനെ കൊണ്ടുവരുന്നത് ചില ദൃശ്യങ്ങൾ അഭിനയിക്കാനാണെങ്കിൽ ഞങ്ങൾ മെസ്സിയെ കൊണ്ടുവരുന്നത് പന്ത് തട്ടാൻ വേണ്ടിയാണ്. അങ്ങനെ ആ സ്റ്റേഡിയം നന്നാക്കാൻ വേണ്ടി ഒരു കരാറ് വേറെ കൊടുക്കുന്നു. കരാറൊന്നുമില്ല. ഓർത്തോണം, 5 കോടി രൂപയ്ക്ക് മുകളിൽ കേരളത്തിൽ എന്ത് നടന്നാലും ഈ ടെൻഡർ മുഖേന മാത്രമേ നടത്താൻ പാടുള്ളൂ. ഇവരിപ്പോൾ ഈ മെസ്സിയെ കൊണ്ടുവരുന്നു, സ്വകാര്യ സ്പോൺസറാണ്. ആ സ്പോൺസർഷിപ്പ് എങ്ങനെ കൊടുക്കാൻ പറ്റും? ടെൻഡർ ക്ഷണിച്ചാൽ കൊടുക്കാൻ പറ്റും. മാത്രമേ GCDയുടെ ചെയർമാൻ CPM നേതാവായ ചന്ദ്രൻപിള്ളയാണ്. അപ്പം അതുപോലെ തന്നെ ഈ സ്റ്റേഡിയം നന്നാക്കാൻ പറ്റുള്ളൂ. എന്താ 70 കോടി രൂപയുടെ നവീകരണം അങ്ങനെ കണ്ടാണ് പറഞ്ഞത്. കോടികളുടെ നവീകരണമാണ്. അപ്പം അതിനു വേണ്ടി ചെയ്തത് എന്താണ്? അതിനും ടെൻഡർ ക്ഷണിച്ചിട്ടില്ല. ടെൻഡർ ക്ഷണിക്കാതെ എങ്ങനെ ഒരു വർക്ക് ഏത് കമ്പനിക്ക് കൊടുക്കും? റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിങ്ങിന് കൊടുത്തിരിക്കുന്നു. അവന്മാരവിടെ എന്താ ചെയ്തത്? അവിടുത്തെ മരമെല്ലാം മുറിച്ചു കളഞ്ഞു. മരം മുഴുവൻ വെട്ടാതിരിക്കാൻ പറ്റില്ല. അതെ, മരം ഒരു വീക്ക്നെസ് ആണ്. മരം എൻ്റെ വീക്ക്നെസ് ആണ്, അതിൽ തൊട്ട് കളിക്കരുത് എന്ന് പറഞ്ഞ പോലെ. പിന്നെ ഇതിൻ്റെ പുറമോടി ഉണ്ടാക്കിയിരുന്നു. പുറമോടി, അതായത് ഈ സീറ്റുകളൊക്കെ അങ്ങനെ കുറച്ചു. ഈ വകയിൽ വൻ തട്ടിപ്പ് നടന്നു. ഏതാണ്ട് 5 കോടി രൂപയുടെ കുറവ് ചെയ്ത് ഇവർ കൊടുത്തു. ഈ രസകരമായ കാര്യം, ഈ സ്റ്റേഡിയം നിർമ്മിച്ചത് K. കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ്. അതെ. അപ്പോൾ അന്ന് അദ്ദേഹത്തിന് വലിയൊരു താല്പര്യമെടുത്താണ് സ്റ്റേഡിയം ചെയ്തത്. അന്ന് GCDയുടെ ചുമതലയുണ്ടായിരുന്ന DGP ഒക്കെ ആയിരുന്ന ജോസഫ് തോമസ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നല്ലോ, ജോസഫ് തോമസ്.
അദ്ദേഹത്തിന് IPS സീനിയർ IPS ആണ് അതെ ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റി അതല്ലേ. പക്ഷെ അന്ന് ഈ സ്റ്റേഡിയം നിർമ്മിച്ചപ്പോൾ അതിനെതിരെ ഏറ്റവും വലിയ ബഹളം വെച്ചത് ഈ CPM ആയിരുന്നു. ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഉണ്ടാക്കാൻ ഇറങ്ങിയപ്പോൾ തടസ്സപ്പെടുത്തിയതുപോലെ ഈ സ്റ്റേഡിയത്തിനെതിരെ അവർ രംഗത്തെത്തിയിരുന്നു. അവർ പറയുന്നത് ഈ പൈസ ഉപയോഗിച്ചുകൊണ്ട് ദ്വീപുകളിൽ, കൊച്ചിയിലെ ദ്വീപുകളിൽ ജലസേന സംവിധാനം, ജലവിതരണ സംവിധാനം ശരിയാക്കാമായിരുന്നല്ലോ, എന്തിനാണ് ഈ സ്റ്റേഡിയം വെച്ചതെന്ന് ചോദിച്ച ഇതേ ആൾ തന്നെയാണ് പിന്നീട് ഈ സ്റ്റേഡിയത്തിൻ്റെ പേരിൽ ഓരോ കാര്യങ്ങളും നടത്തി പൈസ ഉണ്ടാക്കാൻ ശ്രമിച്ചത്. അപ്പോൾ ഇതും അങ്ങനെ തന്നെയാണ്. ഇത് സ്റ്റേഡിയം നവീകരണം എന്ന് പറഞ്ഞ് 5 കോടി രൂപ കുറച്ച് കൊടുക്കുന്നു, ഇതിന് ടെൻഡർ ക്ഷണിക്കുന്നില്ല. അതുപോലെ ഈ GST ഈ പറഞ്ഞ 126 കോടി രൂപ ഇവന്മാർ അടച്ചതായിട്ട് പറയുന്നു, ബാങ്ക് രേഖകൾ ഉള്ളതായിട്ട് പറയുന്നു, കണ്ടറിയാം ഉണ്ടോ ഇല്ലയോ എന്നുള്ള വിവരം. അപ്പം അതിൻ്റെ 22.6 കോടി രൂപ GST. അപ്പോൾ ഇവർ ചോദിക്കുന്നത് മെസ്സി വന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് GST അടയ്ക്കുന്നത്? ഇവർ പൈസ അങ്ങോട്ട് അടച്ചിട്ടുണ്ടെങ്കിൽ GST അടച്ചു. പൈസ അടച്ചതിന്റെ രേഖ കാണിക്കുന്നുണ്ട്. അതെ, ബാങ്ക് ട്രാൻസാക്ഷൻ. പക്ഷേ അത് ഇതിൽ സ്ക്രീനിൽ കാണിക്കാൻ പറ്റത്തില്ല, അത് അതീവ രഹസ്യരേഖയാണ്, സ്ട്രിക്റ്റ്ലി കോൺഫിഡൻഷ്യൽ, അത് കാണിക്കാനേ പറ്റില്ല. അപ്പോൾ വേറൊരു വിഷയം, ഇതിൻ്റെ ഈ മെസ്സി വരുന്നതിൻ്റെ യോഗം 4 പേര് കൂടി ഇരുന്നുള്ള യോഗമാണ്. അത്രേ ഉള്ളൂ. അതായത് പിണറായി വിജയനും ജയതിലകും കായിക മന്ത്രി ഇവർക്ക് 4 പേർക്ക് ഈ യോഗത്തിൽ പങ്കെടുക്കാനുള്ള അവകാശമുള്ളൂ. വേറെ ആർക്കും ഇത് അറിഞ്ഞുകൂടാ. കേരള ഫുട്ബോൾ അസോസിയേഷൻ അറിഞ്ഞിട്ടില്ല, ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ അറിഞ്ഞിട്ടില്ല, അതുപോലെ എറണാകുളം ജില്ലയിൽ കളക്ടറോ അല്ലെങ്കിൽ റവന്യൂ അതോറിറ്റീസ് ആരുമില്ല. പിന്നെ കേന്ദ്രത്തിന് കത്തെഴുതി എന്നൊക്കെയാണ് പറയുന്നത്. ഇതിനകത്തെ നടപടിക്രമങ്ങളിൽ മുഴുവൻ ദുരൂഹതയാണ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം നമുക്ക് ഇതിനകത്ത് വ്യക്തമായത്, പിണറായി വിജയനും റിപ്പോർട്ടർ ചാനലും തമ്മിലുള്ള ഒരു അന്തർധാര ഇതിൽ സജീവമായിരുന്നു. അതിനകത്ത് പിണറായി വിജയന് റിപ്പോർട്ടർ ചാനലിന് കൊടുക്കാൻ കയ്യിൽ കാശില്ല, ഇനി അഥവാ ഉണ്ടെങ്കിലും കൊടുക്കത്തില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ PR വർക്ക് നടക്കണം. പക്ഷേ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഇതിൻ്റെ കുറേ കച്ചവടങ്ങൾ തായ്ക്കണ്ടി കമ്പനികൾക്ക് പോയി കാണും, ഉണ്ടായി കാണാം. അപ്പോൾ അതിൻ്റെ പേരിൽ അതിന് ഈ പറയുന്ന റിപ്പോർട്ടർ ചാനലിന് പിണറായിയുടെ കൈ നനയാതെ 5 പൈസ നഷ്ടമില്ല. ഇതുപോലൊരു അരങ്ങ് അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കുക. ഈ അരങ്ങ് ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് അവരതിനകത്തുനിന്ന് കാശ് കൈയിട്ട് വാരിക്കോളും. അതെ, ഇനി അതിൻ്റെ പങ്ക് ഇവർക്ക് കൊടുക്കുവോ, കൊള്ളമുതലിൻ്റെ പങ്ക് കൊടുക്കുവോ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിട്ടില്ല. അതിന് ഇനി കൂടുതൽ പരിശോധന നടക്കുമ്പോഴേ അറിയത്തുള്ളൂ. അല്ല, വിശാലമായ തോതിൽ ഇവരൊക്കെ നടത്തിയ കൊള്ളകളെ മറച്ചു വയ്ക്കാനും അവരെ രക്ഷിക്കാനും പിണറായി സഹായിച്ചാൽ മതിയല്ലോ. അതെ, അപ്പോൾ അങ്ങനെ ഇവർ മാത്രമുള്ള ഒരു രഹസ്യ പരിപാടിയായിരുന്നു ഇത്. ഇപ്പോൾ കായിക മന്ത്രി അബ്ദുറഹ്മാൻ ഈ കേസിൽ പ്രതിയാകുമ്പോൾ അബ്ദുറഹ്മാൻ്റെ മൊഴി വരുമ്പോൾ പിണറായി വിജയനും ചിലപ്പോൾ ഇതിനകത്ത് കുടുങ്ങും. മാത്രമല്ല വിജിലൻസ് അന്വേഷണം വരുന്നുണ്ട്, ഈ പറഞ്ഞ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് EDയുടെ അന്വേഷണവും വരുന്നുണ്ട്. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഇവർ വന്നിരുന്ന് വളരെ ബാലിശമായൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. കാശ് ഞങ്ങളുടെ അല്ലയോ പോയത്, നിങ്ങൾക്ക് എന്താ നഷ്ടം? ഞാൻ അന്താരാഷ്ട്ര കോടതി കാശ് നടത്തി ഞാനത് തിരിച്ചു പിടിക്കും, നിങ്ങൾക്ക് എന്താ നഷ്ടം എന്നാണ് ചോദിക്കുന്നത്. അതാണ് ഞാൻ മുമ്പേ ചോദിച്ച ചോദ്യം തന്നെ. നമ്മൾ നാട്ടിൽ കൂടെ നടന്നു പോകുന്ന ഒരാളുടെ മാല പൊട്ടിച്ചുകൊണ്ട് പോയി പണയം വെച്ച് പൈസ എടുക്കുന്നു. ഞങ്ങൾ 2 പേര് വ്യക്തികൾ തമ്മിലുള്ള വിഷയമല്ലേ, നിങ്ങൾക്ക് എന്താ നഷ്ടം? സർക്കാരിന് നഷ്ടം, പോലീസിനെ ഇങ്ങോട്ട് വിളിച്ചു എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ. ഇത് കേരളമാണ്, ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ്. ഇവിടെ ചില നിയമരീതികളുണ്ട്. ഇവിടുന്ന് ഒരു ഇത്ര കോടി രൂപ വിദേശത്തേക്ക് അയക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യവും കാരണവും എല്ലാം നടക്കണം. പിന്നെ ഈ മെസ്സി വരുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. ആദ്യം നമുക്ക് അറിയേണ്ട ഒരു കാര്യം, മെസ്സി ഈ കാര്യം അറിഞ്ഞിരുന്നോ എന്നുള്ളതാണ്. അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ ഈ കാര്യം അറിഞ്ഞിരുന്നോ എന്നുള്ളത്. അങ്ങനെ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ പുറത്തു വരുന്ന. അല്ല, ചെയ്യേണ്ട കാര്യം അടിയന്തരമായി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടേണ്ടത് CBIയുടെ ഇന്റർപോളിൻ്റെ നോഡ് ഏജൻസി ഇന്ത്യയിൽ CBI ആണ്. CBIക്ക് ഒരു പരാതി കൊടുത്തിട്ട് ഇന്റർപോളിന് ഇക്കാര്യത്തിൽ ഇടപെടുത്തണമെന്ന് പറഞ്ഞാൽ അവർ നിസ്സാരമായിട്ട് അവർ അന്വേഷിച്ചുകൊണ്ട് പെട്ടെന്ന് തരും. അതെ, പക്ഷേ ഇവിടെ ഈ അബ്ദുറഹ്മാൻ പഴയ കോൺഗ്രസ്സുകാരനാണെന്നുള്ളതാണ് അവിടെ വരുന്നൊരു ഭീഷണി. അൻവർക്കെ പോലെ മെസ്സിയെ ഇന്ത്യ കാലുകുത്ത അനുവദിക്കില്ലെന്ന് പറഞ്ഞവന്മാരാ. പക്ഷെ മെസ്സി 2 വന്ന് കാലും കുത്തി കയ്യും കുത്തി എല്ലാം കുത്തിയിട്ട് അയാൾ പോയി. ഹൈദരാബാദിലും കൊൽക്കത്തയിലും വന്ന് അയാൾ കളിച്ചിട്ട് പോയി. ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ എന്താണ് സംഭവം ഇവിടെ നടന്നത്? ഇവിടെ ഏതൊക്കെ തട്ടിപ്പ് നടത്താമോ എന്ന് റിസർച്ച് ചെയ്യാൻ, അതിൻ്റെ 10-22 വയസ്സുള്ളപ്പോൾ തുടങ്ങിയ തട്ടിപ്പാണ് ഈ ആൻഡോ അഗസ്റ്റിൻ്റെ. അയാൾ ചെയ്യാത്ത ഒരു 4 കസേരയും ഒരു മേശയും ഒരു കുടിസ് മുറിയും വെച്ചുകൊണ്ടാണ് മാംഗോ ഫോൺ ഉണ്ടാക്കി. ഈ മാംഗോ ഫോൺ ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ടാണ് ഈ മുട്ടിൽ മരമുറി ഉണ്ടാക്കുന്നത്. എന്ന് പറഞ്ഞാൽ കോടികളുടെ അമ്മാനാട്ടമാണ്. ഇതിപ്പോൾ നമുക്കറിയാം, ഇവിടുത്തെ ഏറ്റവും വലിയ ധനാട്യന്മാരിൽ ഒരാളാണ് ഗോകുലം ഗോപാൽ. കാരണം പൈസ നിറഞ്ഞ കവിയാണ്. ആര് എന്ന് സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ ചോദിച്ചാലും അയാൾ പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. കാരണം പൈസ ഇഷ്ടം പോലെ കിടന്ന് തിളക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഗോകുലം ഗോപാലിനെ പറ്റിച്ചു, മഞ്ഞളാംകുഴി അലിയെ പറ്റിച്ചു. അപ്പോൾ എല്ലാവരും വന്ന് അവസാനം പറയാം സംസ്ഥാന സർക്കാരിനെ പറ്റിച്ചല്ലോ എന്നോർക്കുമ്പോഴാണ് എനിക്ക് വലിയ സന്തോഷം. എന്നാൽ നമ്മുടെ ചീഫ് എഡിറ്റർ പറഞ്ഞ മഞ്ഞളാംകുഴി അലി പുള്ളിയോട് പറഞ്ഞു
പക്ഷേ സംസ്ഥാന സർക്കാരിനെ ആരും പറ്റിച്ചിട്ടില്ല. സംസ്ഥാന സർക്കാർ യവനും കൂടെ കൂടി ഈ നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചു. നാട്ടുകാരെ പറ്റിക്ക് വേറെ എന്തൊക്കെയോ നമ്മൾ അറിയാൻ പാടില്ലാത്ത തരത്തിലുള്ള ഒത്തുകളി വേറെ നടന്നിട്ടുണ്ട്. ഇവർ ഈ പരിപാടിക്കകത്തില്ല പണ്ടത്തെ എന്താ ഇവിടെ നയതന്ത്ര ചാനൽ വഴി സ്വർണം കടത്തിയെന്ന് പറയുന്ന പോലെ എന്തൊക്കെയോ പരിപാടി. ഇനി ഈ പൈസ ആരുടെയാണ്? ഇവിടുന്ന് വല്ല കൈക്കൂലി മേടിച്ച പൈസയും വെളുപ്പിക്കാൻ പുറത്തോട്ട് കൊണ്ടുപോയതൊന്നും നമുക്കറിയില്ല. അതാണ് ഈ പൈസയിൽ അതൊന്നും അന്വേഷിക്കേണ്ടത്. എക്സാലോജിക്കിന്റെ അവിടെ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഇത് കൈക്കൂലി വാങ്ങിയ പൈസ, പിണറായി വിജയനും ഭരണക്കാർക്കും കൂടെ കൈക്കൂലി വാങ്ങിയ പൈസ ഇയാൾ ഇത് പുറത്ത് കൊടുത്ത് ഇയാൾ മുഖേന വെളുപ്പിച്ചതാണോ എന്ന് നമുക്ക് എങ്ങനെ? കാരണം പിണറായി വിജയന്റെ തട്ടിപ്പുകാരോട് ഭയങ്കര താല്പര്യം. അപ്പൊ ഇവൻ തട്ടിപ്പുകാരനാണെന്ന് അറിഞ്ഞപ്പോ പുള്ളിക്ക് വലിയ സന്തോഷം. വിളിക്കവനെ എന്നെ ചേർത്ത് നിർത്ത്, വിളിക്കവനെ എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തതാകാനും വേണ്ടി. എന്താണെങ്കിലും ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ പിണറായി വിജയനാണ് ഒന്നാം പ്രതി, രണ്ടാം പ്രതി ഈ ജയതിലകാണ്, മൂന്നാം പ്രതി കായിക മന്ത്രി, നാലാം പ്രതിയായിട്ട് മാത്രമേ ഈ തട്ടിപ്പിന്റെ നിർവഹണ ഏജൻസി ആയിട്ടുള്ള നിർവഹണ ഏജൻസി ആയിട്ടുള്ള ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ വരികയുള്ളൂ. എന്താണെങ്കിലും ശരി, UDF സർക്കാർ ഉറച്ചു തന്നെയാണ്. വിജിലൻസ് അന്വേഷണം വരുന്നുണ്ട്, ED അന്വേഷണം വരുന്നുണ്ട്. കഴിഞ്ഞ തവണത്തെ പോലെ വിജിലൻസിനെ ED ഒതുക്കാനല്ല വിജിലൻസിനെ നിയോഗിച്ചിരിക്കുന്നത്. രണ്ടു കൂട്ടരും സമാന്തരമായിട്ടുള്ള അന്വേഷണം. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ശ്രദ്ധിക്കണം. കാരണം കേരളത്തിൽ നടന്ന സംഭവമാണെങ്കിൽ പോലും ഇത് കേന്ദ്ര സർക്കാർ ഇടപെടണ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഈ CBI കൊണ്ട് അന്വേഷിപ്പിക്കാൻ ശ്രമിക്കണം. CBIയുടെ നോഡൽ ഏജൻസി, ഇന്റർപോളിന്റെ നോഡൽ ഏജൻസി ഇന്ത്യയിൽ CBI തന്നെയാണ്. നിർബന്ധ വിദേശത്ത് നടന്ന സാമ്പത്തിക ഇടപാടിനെ കുറിച്ച് അന്വേഷിക്കണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഈ കേരളം എന്ത് മാറ്റമാണ് മാറിയിരിക്കുന്നത് നോക്കി. തൊട്ട സകല മേഖലയിലും തട്ടിപ്പാണ്, മുഴുവൻ തട്ടിപ്പാണ്. തട്ടിപ്പില്ലാത്ത ഒരു മേഖല ഇത്രയും കാലം സാധാരണ UDF സർക്കാർ ഭരിക്കുമ്പോൾ കൈയിട്ട് വാരലും കക്കലും നക്കലും മുക്കലും ഒക്കെയാണ് നമ്മൾ കേട്ടുള്ളത്. പക്ഷെ ഇതുപോലൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല കേരളത്തിന്റെ ചരിത്രത്തിലുണ്ട്. അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് എങ്ങനെ ഇവരിത് ഈ ഉണ്ടാക്കിയ പൈസ പിണറായിക്ക് എങ്ങനെ അനുഭവിച്ചെടുക്കുന്നതൊക്കെ കൊണ്ടുപോയതായിരിക്കും. എന്താണെങ്കിലും ഇത് വരട്ടെ, ഇവരെല്ലാം ഈ പ്രതികളാവട്ടെ, അന്വേഷണം നടക്കട്ടെ. ഇവര് കുറ്റവിമുക്തരാണെങ്കിൽ നമ്മൾ അവരെ വാഴ്ത്തിപ്പാടാം, അല്ലേ? അതെ.